ഇറാൻ അവയവക്കടത്തിന്റെ നടുക്കുന്ന കണ്ടെത്തലുമായി NIA സംഘം ലക്ഷ്യമിട്ടത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ്. പണം നൽകിയ ശേഷം ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിച്ചെന്നും പ്രതികൾ പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയെന്നുമാണ് കണ്ടെത്തൽ. മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ആലുവ കുഴുവേലിപ്പടിയിൽ തുറന്ന ഓഫീസിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരെ ചൂഷണം ചെയ്താണ് മധുവും സംഘവും അവയവക്കടത്ത് നടത്തിയത്. ആദ്യം ഇത്തരക്കാർക്ക് പണം നൽകും, പിന്നീട് ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിക്കും. കിഡ്നി ലക്ഷ്യം വെച്ചാണ് കൂടുതൽ ആളുകളെയും കടത്തിയിരുന്നത്. അവയവക്കടത്തിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയും ഭൂമി വാങ്ങിയും സൂക്ഷിച്ചു. സ്റ്റെമാ ക്ലബ് എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിരുന്നത്. മധുവും രാജ്യാന്തര അവയവക്കടത്ത് സംഘവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. മധുവിനും കൂട്ടാളികൾക്കും സഹായം നൽകിയവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് NIA. ഒപ്പം ലാഭമായി ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവും ശക്തമാണ്. അതേസമയം മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ഓഫീസ് തുറന്നത് ആലുവ കൊഴുവേലിപ്പടിയിലാണെന്നും കണ്ടെത്തി. 2021 മെഡിക്കൽ ടൂറിസം എന്ന പേരിലായിരുന്നു ഓഫീസ് വാടകയ്ക്കെടുത്തതെന്ന് കെട്ടിട ഉടമ വ്യക്തമാക്കി. മനുഷ്യക്കടത്തിന് മറയാക്കിയ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇരയാകുന്നവർക്ക് നഷ്ടം മാത്രം, ഇടനിലക്കാർക്ക് കോടികളുടെ ലാഭവും. കണ്ണിൽ ചോരയില്ലാത്ത അവയവക്കടത്ത് സംഘത്തെ പൂട്ടാനാണ് കേന്ദ്ര ഏജൻസിയുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.